Students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഡിമാൻഡ്. ഡിമാൻഡ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടുവിലെല്ലാം. ഡിമാൻഡ് ഇസ് എ ഡിസയർ backed by willingness to pay and ability to pay. ഡിമാൻഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസയർ നമുക്കത് വേണം എന്ന് തോന്നിയാൽ അത് ഡിമാൻഡ് ആവുന്നില്ല. ഇഫക്റ്റീവ്ലി ഇൻ ഇക്കണോമിക്കലി ഇഫ് ഇറ്റ് ഈസ് ടു ബി കോൾഡ് ഡിമാൻഡ്, ഇറ്റ് ഈസ് എ ഡിസയർ, എ വാണ്ട്. എന്തായാലും ഒരു ആവശ്യമാണ്, നമുക്ക് വേണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഡിസയർ ബാക്ക്ഡ് ബൈ willingness to pay and ability to pay. ഇപ്പോൾ ഈ വില്ലിങ്നെസ്സിൻ്റെയും എബിലിറ്റിയുടെയും റെലവൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡിസയർ, ഒരു വാണ്ട്, എനിക്കത് ആവശ്യമുണ്ട്, പക്ഷെ എനിക്കത് പൈസ കൊടുത്ത് വാങ്ങാൻ ഞാൻ തയ്യാറല്ല. സോ അവിടെ വില്ലിങ്നെസ് ഇസ് ആബ്സെൻറ്റ്. ആ ഒരു കണ്ടീഷൻ അവിടെ ഇല്ല. സോ ഇറ്റ് കനോട്ട് ബി കോൾഡ് ആസ് എ ഡിമാൻഡ്. ഒരാളൊരു ഫ്രീ ആയിട്ടൊരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്ത് ഫ്രീ ആയിട്ടാണെങ്കിൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നത് ഡിമാൻഡ് അല്ല. എഗെയിൻ അയാൾ വില്ലിങ്നെസ് ഉണ്ട്, ഡിസയർ ഉണ്ട്, പക്ഷെ എബിലിറ്റി ഇല്ലെങ്കിൽ, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, it cannot be also called as a demand. Okay, so clear? Demand is a desire backed by willingness to pay and ability to pay. നമ്മുടെ കയ്യിൽ അതിന് കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടായിരിക്കണം, അത് എബിലിറ്റി, അത് നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം, എഗെയിൻ അത് നമുക്ക് ആവശ്യവും ആയിരിക്കണം. So it is demand. Okay, then law of demand. What is law of demand? Law of demand means that അവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഡിമാൻഡ് എങ്ങനെയായിരിക്കും, അത് എന്തിനനുസരിച്ചാണ് മാറുന്നത്, കോമൺലി എന്തിനനുസരിച്ചാണ് മാറുന്നത് എന്നതിനെ കുറിച്ചൊരു തിയറി ഉണ്ട്. അതാണ് ലോ ഓഫ് ഡിമാൻഡ്, നിയമമാണ്. ദാറ്റ് ഈസ് other things remaining equal, the quantity demanded of a commodity relates negatively, inversely with its price. അതായത് ഡിമാൻഡ് ഒരു സൈഡിൽ നിൽക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി ഒന്നും മാറുന്നില്ല, പക്ഷെ പ്രൈസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഡിമാൻഡ് ചേഞ്ച് ചെയ്യുക. അതായത് പ്രൈസ് കൂടുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിമാൻഡ് കുറയുക, പ്രൈസ് കുറയുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിമാൻഡ് കൂടുക. അങ്ങനെ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ള ഒരു നിയമമാണ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പം there is an inverse relationship between the price of a commodity and the demand of it. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വില കുറഞ്ഞ് കിട്ടുമ്പോഴാണ് നമ്മൾ ആ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് കൂടുതൽ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാവുന്നത്. if and only if its price is low. Okay, സോ നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് മെഷർ ചെയ്യുന്നു, വൈ ആക്സിസിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മെഷർ ചെയ്യുന്നു. സോ ഏത് കമ്മോഡിറ്റി ആണോ എക്സ് ഓർ വൈ, നമ്മൾക്ക് എക്സ് എന്നുള്ളൊരു കമ്മോഡിറ്റിയുടെ എത്ര ക്വാണ്ടിറ്റി മേടിച്ചു എന്നുള്ളത് എക്സ് ആക്സിസിലും അതിൻ്റെ തന്നെ പ്രൈസ് വൈ ആക്സിസിലും മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഒരു പോയിന്റ് എടുത്തു, OP1 എന്നുള്ള പ്രൈസിൽ എത്രത്തോളം ഡിമാൻഡ് ചെയ്തു, OX1 ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കൊന്ന് കുറച്ച് നോക്കാം. പ്രൈസ് റെഡ്യൂസ്ഡ് ടു OP2. വാട്ട് ഹാപ്പൻസ്, ദ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഇൻക്രീസസ് ഫ്രം OX1 ടു OX2. സോ ഇത്ര കണ്ട് X1 X2 എന്നുള്ള ഇത്രയും എമൗണ്ട് കൂടുതൽ മേടിച്ചു, ഇത്ര പ്രൈസ് കുറഞ്ഞപ്പോൾ ഇത്ര കണ്ട് എമൗണ്ട് കമ്മോഡിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്തു. ദിസ് ഇസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, പ്രൈസ് കുറഞ്ഞു, അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ക്വാണ്ടിറ്റി അങ്ങോട്ട് പോവാണ്. ഇനി ഇവിടെ നോക്കാം, പ്രൈസ് കൂടി എന്ന് വിചാരിക്കുക, OP3 ആയി എന്ന് വിചാരിക്കുക. സോ ക്വാണ്ടിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് ടു OX3. So this is called law of demand, and this is demand curve, and it is sloped from left to right,
and it is a downward sloping curve, and it is a negative, its slope is negative. And according to the elasticity, there are various types of demand curves. That is, as you all know, there are 5 types of elasticity. 5 types of elasticity. That is, number 1, it is perfectly elastic demand curve. Second one is perfectly inelastic demand curve, and third one is unitary elastic demand curve, and fourth one is relatively elastic demand curve, and last one is relatively inelastic demand. Start. Yes, 5 types of elasticity are perfectly elastic, perfectly inelastic, unitary elastic, relatively elastic, and relatively inelastic. ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഓരോ ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ച് സോ ഫസ്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. Perfectly elastic means the demand curve is horizontal straight line like this, and it is parallel to x-axis, that is quantity axis. Quantity change ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, പ്രൈസിൽ മാറ്റമൊന്നുമില്ല. ചെറിയ ചില മാറ്റങ്ങൾ മാത്രം ഉണ്ടെങ്കിലോ പോലും ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുന്ന തരം കമ്മോഡിറ്റീസ് ആണ് ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുക. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ലക്ഷൂറിയസ് കമ്മോഡിറ്റീസ് ആണ് അങ്ങനെ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഗോൾഡ്, ഡിമാൻഡ് ഫോർ ഗോൾഡ് ഒക്കെ, ഡയമണ്ട്സ്, ലക്ഷൂറിയസ് കാർസ് എക്സെട്ര, അത് ഇങ്ങനെ ഇരിക്കും. ചെറിയ പ്രൈസിൽ ചേഞ്ച് മതി, ഒരു ടാക്സിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ കൊടുത്താൽ മതി, അവർ കൂടുതൽ പർച്ചേസ് ചെയ്യും, അവർ അവിടെ അതിലേക്ക് ചാടി വീഴും. അത്തരം കമ്മോഡിറ്റീസ് ആണ് ഇലാസ്റ്റിക്, ഹൈലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ ചിഹ്നം ഇതാണ്, ഇൻഫിനിറ്റി ആണ് മെഷർമെന്റ്. ദാറ്റ് ഈസ് delta Q by delta P is the measurement of elasticity. So the delta Q is changing, but delta P, that is 0. There is no change in price. So it will become any value which is divided by 0 will give you infinity. Okay. Next is the other extreme, that is perfectly inelastic. Here the quantity becomes 0. That is, whatever be the price, whether OP1, OP2, OP3, etc., they will not change from purchasing this much of that commodity. That is, the famous example is salt itself. Necessities will come under this category. That is, ഏറ്റവും അത്യാവശ്യമുള്ള കമ്മോഡിറ്റീസ് നമ്മൾ എത്ര കുറഞ്ഞ പ്രൈസ് ആയാലും നമുക്ക് അത്രയും മതി, എത്ര ഹയസ്റ്റ് പ്രൈസ് ആയാലും നമ്മൾ അത്രയും മേടിച്ചിരിക്കുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ദ പ്രൈസ് ഇസ് ടു ലോ ദേ വിൽ ഓൺലി പർച്ചേസ് ദാറ്റ് മച്ച്. അഗെയിൻ if the price is very high, they will purchase that much amount of commodity. There is no change in the quantity purchased. In such cases, the what happens, delta Q by delta P, what happens, 0 change in quantity demanded and n change in price. So it will give you 0. The value is 0. So the demand curve will look like this in inelastic, that is vertical straight line. It is parallel to y-axis. Again, next is relatively elastic. Relatively elastic, that is, it will come in between inelastic and infinite elastic. ഏറ്റവും രണ്ട് എക്സ്ട്രീമും അല്ല, ഇൻഫിനിറ്റ് ഇലാസ്റ്റിസിറ്റിയും അല്ല, സീറോ ഇലാസ്റ്റിസിറ്റിയും അല്ല,
അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇലാസ്റ്റിസിറ്റി ആണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. അത് ഫ്ലാറ്റർ ആയിരിക്കും ഡിമാൻഡ് കർവ്. ദാറ്റ് ഈസ് ഹിയർ if the price was assumed that OP1, the corresponding quantity purchased is OQ1. If the price reduced to OP2, what happens? The quantity purchased will be proportionately more than the change in price. അതായത് പ്രൈസിൽ ഇത്ര ചേഞ്ചേ വന്നുള്ളൂ, but the change in quantity is this much. That is, delta Q will be a higher value and delta P a small value. So what happens? The answer will be greater than one value. Elasticity will be greater than one value, and the demand curve will be a flatter one. And again, another indication is that the distance in the y-axis will be lower and the distance in the x-axis will be higher. That is the indication. Then again, relatively inelastic, the just opposite of this. That is, in this case, the demand curve will be a steeper one, and again we can look that if the OP1 price he purchases OQ1 quantity, when it reduces, the price is reduced to OP2, what happens? The quantity purchased increases, but to some extent. That is, here the opposite of this process happens. The price, the change in price is this much, but the quantity changes only this much. The distance in y-axis will be higher and the distance in x-axis will be lower. So here the value will be less than 1. So demand curve is steeper, quantity purchased is, the change in quantity is lower, change in price is higher. So proportion, in when we compare the proportion, the price will be higher. So when we equate, when we substitute the value here, what happens is that the numerator will be lower and denominator will be higher. So less than one value will be, you will get less than one value. So it is called relatively inelastic. Then again the last one, unitary elastic demand curve. Here what happens is that the distance becomes same. Distance becomes same. So you have to draw it very consciously, because in order to become this distance same, you first measure this quantity and price, then you can draw the demand. Yes, this is unitary elastic demand curve, and its distance will be equal. The quantity, that is, if n change in price happens, the same n change in quantity also happens. So the answer will be 1. Unitary elasticity is 1. When we calculate elasticity, it will be equal and you will get answer 1. That is, when we purchase something, some goods, here what happens is that we devote some amount of money for that commodity. We will not change that amount of expenditure. Whatever be the price, we will devote, that is, for example, ₹50 for that commodity. അപ്പോൾ 50 രൂപ നമ്മൾ അതിന് കൊടുക്കാൻ തയ്യാറ, 50 രൂപയ്ക്ക് മേടിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതാണ് ഇവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് സംഭവിക്കുന്നത്. അപ്പോൾ പ്രൈസ് കുറഞ്ഞാൽ അപ്പോൾ 50 രൂപയ്ക്ക് കൂടുതൽ, എത്രയാണോ 50 രൂപയ്ക്ക് കിട്ടുന്ന ആ ക്വാണ്ടിറ്റി മേടിക്കും. പ്രൈസ് കുറഞ്ഞാൽ കൂടുതൽ മേടിക്കും. പ്രൈസ് കൂടിയാൽ അതിനനുസരിച്ച് 50 രൂപയ്ക്ക് മതി. സോ വെൻ ദ എക്സ്പെൻഡിച്ചർ ഇസ് കോൺസ്റ്റന്റ്, in that case unitary elasticity happens and it will be equivalent to 1. And
Again, there is another trick, not trick, and a measurement method is that in the same demand curve we can represent all these 5 elasticities. From the same demand curve we can represent all the 5 elasticities. That is, here the price is measured and quantity is measured on the x-axis, and this value indicates, that is, this point indicates there is no change in price. Price changes 0. So this is infinite elasticity. Here the quantity is becoming 0. So here it is perfectly inelastic. Again, equivalent change in price and quantity demanded is indicated in the center of the demand curve. So it is equivalent to 1. Again, in between 1 and 0 there is a relatively inelastic demand, and in between 1 and infinity there is relatively elastic demand. Okay, clear? Thank you.